അപ്പോൾ ഓരോ നാടിനും ഓരോ നഗരത്തിനും അതിൻ്റെതായൊരു ഐഡന്റിറ്റി ഉണ്ടാവും അല്ലേ? സിനിമാ മോഹികളുടെ പ്രിയപ്പെട്ട പഴയ മദിരാശി നഗരത്തിനുമുണ്ട് അങ്ങനെ കുറച്ച് ഐഡന്റിറ്റി, അതായത് കുറേ കെട്ടിടങ്ങളാണ് അവിടെ. അത് ചെന്നൈയുടെ ഐഡന്റിറ്റി മാത്രമല്ല, നൂറ്റാണ്ടുകളുടെ ചരിത്രം പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്ന കെട്ടിടങ്ങൾ കൂടിയാണ്. അത്തരത്തിലുള്ള ചില കെട്ടിടങ്ങളിലേക്കാണ് ഇനി റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര. ചെന്നൈയിൽ നിന്നും മനീഷ് മൂർത്തിയാണ് റൈഡിംഗ് സീറ്റിൽ. വണക്കം. ചെന്നൈ നഗരത്തിലെ മറ്റു ചില കാഴ്ചകളുമായാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ എത്തുന്നത്. ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ചെന്നൈ നഗരം എന്ന് പറയുന്നത്. വലിയ നഗരമാണ്. ആ നഗരത്തിന് ഒരുപാട് നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ട്. ചരിത്രമൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ ചരിത്രത്തിൻ്റെയൊക്കെ നേർക്കാഴ്ചയായിട്ടുള്ള ഒരുപാട് കെട്ടിടങ്ങൾ ഇപ്പോഴും ചെന്നൈ നഗരത്തിലുണ്ട്. ആ കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് ചെന്നൈ നഗരത്തിൻ്റെ ഐഡന്റിറ്റി കൂടിയാണ്. അത്തരത്തിലുള്ള ചില കെട്ടിടങ്ങളെ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കെട്ടിടത്തിന് മുന്നിലെത്തിയിട്ടുണ്ട്. ആദ്യത്തെ കെട്ടിടം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുത്തതിൽ ഏറ്റവും അധികം പഴക്കമുള്ള കെട്ടിടമാണ്. പഴക്കം എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല, ഒരു 400 വർഷം. സെൻറ്റ് ജോർജ് കോട്ട എന്ന് പറയും. സെൻറ്റ് ജോർജ് കോട്ട 1639 ഇംഗ്ലീഷുകാർ പണി കഴിപ്പിച്ചതാണ്. അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇംഗ്ലീഷ് കോട്ടകളിൽ ഒന്നാണ് സെൻറ്റ് ജോർജ് കോട്ട എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത, തമിഴ്നാടിൻ്റെ നിയമസഭാ മന്ദിരം അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ ഓഫീസുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് എനിക്ക് പിറകിൽ കാണുന്ന ഈ സെൻറ്റ് ജോർജ് കോട്ടയിലാണ്. അപ്പോൾ ഇതാണ് റിപ്പൺ ബിൽഡിംഗ്. 1909 നിർമ്മാണം ആരംഭിച്ചത്. 1913 നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് റിപ്പണിൻ്റെ പേരിലാണ് ഈ കെട്ടിടമുള്ളത്. നിലവിൽ ചെന്നൈ കോർപ്പറേഷൻ്റെ ആസ്ഥാന മന്ദിരമാണ്. നിയോ ക്ലാസിക്കൽ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ കെട്ടിടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ചെന്നൈയിലെത്തുന്ന ആർക്കും ഈ കെട്ടിടം വന്ന് കാണാൻ സാധിക്കും. കാരണം ഇത് ഈ പറഞ്ഞ പോലെ കോർപ്പറേഷൻ്റെ കെട്ടിടമാണെങ്കിൽ കൂടിയും ഒരു ടൂറിസം കേന്ദ്രം കൂടിയായി ഇവിടെയുള്ള ആളുകൾക്ക് ചെന്നൈയുടെ ചരിത്രം അറിയുന്നതിന് വേണ്ടിയൊക്കെ ഇവിടെ വന്ന് ഇത് കാണാൻ സാധിക്കും. എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. ഇന്നിപ്പോഴും ഈ സമയത്ത് പോലും ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തുന്നുമുണ്ട്. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ 1.5 നൂറ്റാണ്ടാണ് കെട്ടിടത്തിൻ്റെ പഴക്കം. കൃത്യമായി പറഞ്ഞാൽ 1873 നിർമ്മാണം പൂർത്തീകരിച്ചു. മദ്രാസ് സെൻട്രൽ ആയിരുന്നു ആദ്യം, പിന്നീട് ചെന്നൈ സെൻട്രൽ എന്നാക്കി. ഇപ്പോൾ പേര് ഡോക്ടർ പുരട്ചി തലൈവർ MGR റെയിൽ നിലയം എന്നാണ്. ചെന്നൈയിൽ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ള ഒരാൾക്കും ഈ കെട്ടിടത്തെ മറക്കാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ രൂപകൽപ്പനയും അതിൻ്റെ നിറവുമെല്ലാം വളരെ പ്രത്യേകതയുള്ളതാണ്. ഇത്രയും നേരം കണ്ടതിൽ പ്രായം കൊണ്ട് ഏറ്റവും കുഞ്ഞനാണ് എനിക്ക് പുറകിലുള്ള ഈ കെട്ടിടം. LICയുടെ ബിൽഡിംഗ് ആണ്. 1959 നിർമ്മാണം. അന്നു മുതൽ കുറേ വർഷങ്ങൾ ഏറ്റവും വലിയ കെട്ടിടം അല്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്ന ഖ്യാതി LICക്കായിരുന്നു. 177 അടിയാണ് ഈ കെട്ടിടത്തിൻ്റെ ഉയരമെന്ന് പറയുന്നത്. ചെന്നൈ എന്ന മഹാനഗരത്തെ ചരിത്രത്തിലും ഓരോ കാലഘട്ടത്തിലും ഓരോ ആളുകളുടെ മനസ്സുകളിലുമൊക്കെ അടയാളപ്പെടുത്തിയ കെട്ടിടങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. ചെന്നൈയിൽ വന്നും അല്ലാതെയുമൊക്കെ ഈ കെട്ടിടങ്ങൾ കണ്ടിട്ടുള്ള നിരവധി ആളുകളുണ്ടാകും. ചെന്നൈയുടെ ഓർമ്മകൾ ജ്വലിച്ചു നിൽക്കുന്ന ആ കെട്ടിടങ്ങൾ. മറ്റൊരു നല്ല കാഴ്ചയുമായി വീണ്ടും കാണാം. ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി, 24.